തെക്കൻ കേരളത്തിൽ 3 മീറ്റർ ചുറ്റളവിൽ ആകൃതിയിൽ അധിവസിക്കുന്ന 3 മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ പനക്കൽ മഹാദേവർ ക്ഷേത്രത്തിലെ കുംഭത്തിരുവാതിര മഹോത്സവം 1199 കുംഭം 7 2024 വർഷം ഫെബ്രുവരി 20 ചൊവ്വാഴ്ച പൂർവാധികം ഭംഗിയായി ഉത്സവ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി കലശപൂജയും അഷ്ടാഭിഷേകവും മൂന്നമ്പല ദർശനവും ആണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ. ക്ഷേത്രത്തിൻ്റെ പ്രധാന ചടങ്ങായ മൂന്നമ്പല ദർശനം ഓച്ചിറ നന്ദികേശൻ്റെ സാന്നിധ്യത്തിൽ ആണ് ഈ മൂന്നമ്പല ദർശനം ഇവിടെ വർഷങ്ങളായി നടത്തി വരാറുള്ളതും ഈ വർഷവും പൂർവാധികം ഭംഗിയായി തന്നെ അത് നടത്തപ്പെടുകയാണ്. അതിനുശേഷം മൂന്നമ്പല ദർശനം കഴിഞ്ഞെത്തുന്ന ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ഇവിടുത്തെ ദീപാരാധന ചടങ്ങ് നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം നിത്യപൂജകൾക്ക് ശേഷം അത്താഴപൂജയ്ക്ക് ശേഷം മെഗാ ഹിറ്റ് ഗാനമേളയും അരുൺ ഗിന്നസ് നയിക്കുന്ന വൺമാൻ ഷോയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊട്ടാരക്കരയിൽ ഈ ലോകത്ത് തന്നെ അപൂർവമായ ശിവാലയങ്ങളിൽ ഒന്നായ കൊട്ടാരക്കരയിൽ ത്രിമൂർത്തികളായിട്ട് അധിവസിക്കുന്ന കൊട്ടാരക്കര പടിഞ്ഞാറ്റക്കര മഹാദേവ ക്ഷേത്രം, പനക്കൽക്കാവ് ശിവക്ഷേത്രം, ഈ 3 ശിവാലയങ്ങളാണ്. 100 മീറ്റർ ചുറ്റളവിൽ 3 ശിവാലയങ്ങൾ കൊട്ടാരക്കരയിലാണ്. അത് വേറെങ്ങും നമ്മുടെ അറിവിലില്ല. അപ്പോൾ അതിൽ ആദ്യത്തെ ഉത്സവം നടക്കുന്നത് പനക്കൽക്കാവ് മഹാദേവ ക്ഷേത്രത്തിലാണ്. അതോടൊപ്പം അന്ന് തന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നമ്പല ദർശനമാണ് അവിടുത്തെ പ്രത്യേകത. പനക്കൽക്കാവ് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ജീവിതം എഴുന്നള്ളിച്ച് പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് താലപ്പൊലിയും വിളക്കുമായിട്ട് അവിടെ ചെന്ന് വലത്ത് വെച്ച് തിരിച്ച് മഹാഗണപതി ക്ഷേത്രത്തിൽ വന്ന് അവിടെയും സ്വീകരണം ഏറ്റുവാങ്ങി തിരിച്ച് കച്ചേരിമുക്കി ചെന്ന് 3 വിളക്ക് വലം വെച്ച് അവിടുന്ന് തിരിച്ച് പനക്കൽക്കാവിലോട്ടാണ് സമാപനം. അത് ഏതാണ്ട് ഒരു 8 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓച്ചിറയിൽ നിന്നുള്ള നന്ദികേശനാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അതോടൊപ്പം തന്നെ രാവിലെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, കലശപൂജ, അഷ്ടാഭിഷേകം. ഇത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാൻ ഭണ്ഡാരത്തിൽ അവരുകളാണ് മുഖ്യ കാർമ്മികത്തിൽ നടത്തപ്പെടുന്നത്. അതോടൊപ്പം പ്രഭാത ഭക്ഷണമുണ്ട്, രാവിലെ 8 മണിക്കാണ്. ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. വൈകിട്ട് മൂന്നമ്പല ദർശനം കഴിഞ്ഞ ഉടനെ തന്നെ മതപ്രഭാഷണമുണ്ട്. മതപ്രഭാഷണം കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ ഉടനെ 9 മണിക്ക് മെഗാ ഹിറ്റ് ഗാനമേളയുണ്ട്. ഇത്രയും നല്ല പരിപാടികളാണ്. ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും ഭക്തജനങ്ങളും ഈ ഉത്സവ ദിവസം എല്ലാ പരിപാടികളും പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.